ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ താഴ്വരകളുടെ നടുക്ക് റായ്പൂർ എന്ന പേരുള്ള ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. ഇവിടെ മനുഷ്യരും മൃഗങ്ങളും വളരെ സ്നേഹത്തോടെ ജീവിച്ചു വന്നിരുന്നു. സൂത്രക്കാരനായ ആടും സാധാരണ കാശ്മീരി ആടുകളുടെ കൂട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം എല്ലാ ആടുകളും റേസ് ചെയ്യാനായി തയ്യാറെടുത്തു. നിങ്ങൾ ഏവരും ഈ പോരാട്ടത്തിന് തയ്യാറാണോ? ആ, നമ്മൾ എല്ലാവരും തയ്യാറാണ്. ശരി, അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കൂ. ഏത് ആടാണോ ഈ പർവ്വതങ്ങളെ താണ്ടി, ഐസിന്റെ പർവ്വതങ്ങൾ താണ്ടി അവിടെ ഗ്ലേഷ്യർ വരെ എത്താ, അവരായിരിക്കും വിജയി. അതിന്റെ പുരസ്കാര രൂപത്തിൽ ഒരുപാട് ഭക്ഷണം നൽകിയിരിക്കും. നമ്മൾ എല്ലാവരും തയ്യാറാണ്. ശരി, പിന്നെ തയ്യാറായിക്കോ. 1, 2, 3. നമ്മുടെ സൂത്രക്കാരൻ ആട് 3 പറഞ്ഞതും എല്ലാ ആടുകളും വളരെ വേഗത്തിൽ ഓടി തുടങ്ങി. റേസ് എന്തായാലും ഞാൻ തന്നെ ജയിക്കും. ഇന്നത്തെ സ്വാദിഷ്ടമായ ഭക്ഷണം ഞാൻ തന്നെ കഴിക്കും. ചുമ്മാ പുളുവടിക്കല്ലേ രവി, ഞാൻ നിന്നെ വീണ്ടും തോൽപ്പിക്കും. നോക്കിക്കൂ, നിന്റെ ചെറിയ ചെറിയ കാലുകൾ നോക്ക്, ശരിക്കും ലിലിപ്പുട്ട് പോലെ. നീ തമാശ പറയണ്ട, ഇന്നത്തെ പോരാട്ടം ഞാൻ തന്നെ ജയിക്കും. രവി ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയവനാണെങ്കിലും വളരെ അസാമാന്യമായി കഴിവുള്ളവനായിരുന്നു. ഇപ്രാവശ്യം എന്തോ രവി ആ റേസിൽ വളരെ പുറകിലായിപ്പോയി. ഇത് കണ്ടിട്ട് ബഹാദൂർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ രവിയുടെ പുത്ര, ഒന്ന് വേഗം ഓട്. എന്നെ ഏതെങ്കിലും കൂർക്കൻ ആക്രമിച്ചാൽ എന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഒന്ന് പറ. ഞാൻ വേണിച്ചിട്ടാണ് മെല്ലെ ഓടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേഗം ഓടി ക്ഷീണിക്കും, ഞാൻ റേസ് ജയിക്കും. മനസ്സിലായോ? ദിവാസ്വപ്നം കാണുന്നത് നിർത്തടാ മടയാ, ഞാൻ തന്നെ ജയിക്കും ഈ മത്സരത്തിൽ. ആ സമയത്ത് ആകാശത്ത് ഭയാനകമായ ഒരു നിഴൽ പരന്നു. ഇത് കണ്ടിട്ട് എല്ലാവരുടെയും ശ്വാസം നിലച്ചുപോയി. എടാ, ഓടുന്ന ആരാടാ പോയത്? അറിയില്ല, എന്തായാലും അത് വളരെ പേടിപ്പിക്കുന്നതായിരുന്നു. രാവേറെ ആയിട്ടും ആടുകളുടെ റേസ് തുറന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ലീലയാട് ഒന്ന് നിന്നു. രവി, ഞാൻ വളരെ ക്ഷീണിതനാണ്, നീ എന്നെ കൊണ്ട് ഓടാൻ വയ്യ. ലീല, നീ ധൈര്യമായിരിക്കുക. ഗ്ലേഷ്യർ ഇനി അധികം ദൂരല്ല. ഈ ഗ്ലേഷ്യർ വരെ അടുത്താണെന്ന് തോന്നുന്നു. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകുന്തോറും നമ്മളിൽ നിന്നും ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് രാത്രിയുടെ ബലം പറ്റി ഒരു ചീറ്റ ലീലയുടെ മേലെ ആക്രമിച്ചു. നിന്റെ ബഹാദൂർ ഭയ്യ ഒരുപാട് ദൂരാണ്. അവൻ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ നിന്നെ ഭക്ഷിച്ചു കൊന്നിരിക്കും പെട്ടെന്ന്. ചീറ്റപ്പുലി ലീലയെ ആക്രമിക്കാൻ പോകുമ്പോൾ ബഹാദൂർ ആട് അവിടേക്ക് എത്തിച്ചേർന്നു. നിക്കടാ മൂർഖ, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. പിന്നെ ബഹാദൂർ ആടും ചീറ്റപ്പുലിയുമായി ഭയങ്കര യുദ്ധം നടന്നു. ബഹാദൂർ ആട് തന്റെ ചാതുര്യം ഉപയോഗിച്ച് ചീറ്റപ്പുലിയെ ആട്ടി ഓടിച്ചു. ഇത് കണ്ട എല്ലാവരും വളരെ സന്തോഷവാന്മാരായി. ബഹാദൂർ ഭയ്യാക്കി ജയ്. നോക്കൂ, ഈ പരിസരം നമുക്ക് വേണ്ടി സുരക്ഷിതമല്ല. ഇവിടുന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. പിന്നെ എല്ലാവരും കൂടി വീണ്ടും റേസ് ആരംഭിച്ചു. എന്നാ ഞാൻ കേൾക്കുന്ന, എന്നെ ആട് തോൽപ്പിച്ചു എന്നോ? സാറേ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അവര് കൂട്ടത്തിലായിരുന്നു. എല്ലാരും കൂടി എന്നെ നല്ല അടിച്ചു. അവർ എന്നെ കൂട്ടത്തിലടിച്ചോ? നമ്മളും അവരെ കൂട്ടത്തിലടിച്ചിരിക്കും. കണ്ടുപിടിക്കൂ, അവർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു വരൂ. അവർ റേസിന് വേണ്ടി ഗ്ലേഷ്യർ വരെ പോയിരിക്കുകയാണ്. നാളെ രാവിലെ തിരിച്ചു വരും അവിടുന്ന് അവര്. ശരി, നാളത്തെ രാവ് അവരുടെ അവസാനത്തെ രാവായിരിക്കും. പിറ്റേ ദിവസം റേസ് എല്ലാം അവസാനിപ്പിച്ച് എല്ലാ ആടുകളും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഈ ചീറ്റപ്പുലികളുടെ കൂട്ടം ആടുകളെ ആക്രമിച്ചു. ചീറ്റപ്പുലികളുടെ ശക്തമായ കൂട്ടം ആടുകളെ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ ബഹാദൂർ ആട് മരിച്ചുപോയി. ഇത് മാത്രം ട്രെയിലറാണ്. പടം എനിക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടസ്ഥാനം ഞാൻ കണ്ടിരിക്കുന്നു. ഇനി ഞാൻ പിന്നെയും അങ്ങോട്ട് വരും നിങ്ങളെ. ചീറ്റകളെല്ലാം അവിടുന്ന് പോയതിനു ശേഷം എല്ലാ ആടുകളും വളരെ ചിന്തയിലായിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാ? പുലിക്കൂട്ട് നമ്മുടെ കൂട്ടസ്ഥാനം കണ്ടിരിക്കുന്നു. ഈ ജീവികളിൽ നിന്നും നമ്മളെ ഒരാൾക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. യതി. ഹാ, കേട്ടിട്ടുണ്ടോ? അവർ എപ്പോഴെങ്കിലുമൊക്കെ മഞ്ഞുമലകളിൽ പ്രത്യക്ഷപ്പെടുള്ളൂ. എങ്ങനെയെങ്കിലും നമ്മൾക്ക് അവരെ കണ്ടുപിടിക്കണം. അങ്ങനെ കുറെ ദിവസങ്ങൾ അങ്ങനെ പോയി. ഒരു ദിവസം രവിയും ലീലയും കളിച്ച് മഞ്ഞു നിറഞ്ഞ മലനിരകളുടെ കുറെ ദൂരത്തേക്ക് പോകുന്നു. അപ്പോൾ അവർ ഒരു മനുഷ്യക്കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. രക്ഷിക്കൂ, രക്ഷിക്കൂ. രവി, നീ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഏതൊരു കുഞ്ഞ് രക്ഷിക്കാൻ പറയുന്നു.
രക്ഷിക്കൂ, രക്ഷിക്കൂ. ശബ്ദം കേട്ടതനുസരിച്ച് അവർ ഒരു കുഴിക്ക് സമീപത്തിലേക്ക് എത്തിച്ചേർന്നു. ആ കുഴിക്കകത്ത് ഒരു യതിയുടെ കുട്ടി വീണിട്ടുണ്ടായിരുന്നു. പേടിക്കേണ്ട കൂട്ടുകാരാ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. രണ്ടുപേരും ചേർന്ന് യതിയുടെ കുഞ്ഞിനെ രക്ഷിച്ചു. എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. അതൊക്കെ ശരിയാണ്, പക്ഷെ നീ ഒന്ന് പറ, നീ ആരാണെന്ന്. എന്റെ പേര് ശങ്കറാണ്. ഞാൻ യതിയുടെ മകനാ. യതി എന്ന പേര് കേട്ടതും തന്നെ അവർ ആശ്ചര്യചകിതരായി. ഓ, നിങ്ങൾ യതിയുടെ മകനാണോ? നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചവരാ. പറയൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കാണണം. ഇത്രേ ഉള്ളൂ, വരൂ എന്റെ കൂടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ശങ്കർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് മഞ്ഞുമരകളുടെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു സമയത്തിനകം മൂന്നുപേരും യതിയുടെ മുമ്പിലേക്ക് എത്തി. ശങ്കർ, എനിക്ക് അറിയില്ലേ, നമ്മുടെ വീട് ഒരു ഗുപ്ത സ്ഥലമാണ്. ഇവിടെ ആരെയും കൊണ്ടുവരാൻ പാടില്ല. എനിക്ക് അറിയാം പിതാശ്രീ, പക്ഷെ ഇവർ രണ്ടാളെ ജീവൻ രക്ഷിച്ചവരാ. ഇവർക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഇവർ രണ്ടാളും നിന്റെ ജീവൻ രക്ഷിച്ചു എന്നോ? ആഹാ, പറയൂ മക്കളെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അങ്കിൾ, ചീറ്റപ്പുലികളുടെ കൂട്ടം ഞങ്ങളെ ആക്രമിക്കുന്നു. ഇപ്പൊ അവർ ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണ്. പേടിക്കണ്ട മക്കളെ, ഇനി ഒരു മൂർഖനും ഒരു ആടനെയും കൊല്ലാൻ പറ്റില്ല. അങ്കിൾ, അവർ വളരെ ശക്തിശാലിയാണ്. അവരെക്കാൾ അധികം ശക്തി ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് കേട്ടതും രണ്ടുപേരും ഹാപ്പിയായി. ഇവിടുന്ന് വടക്കോട്ട് ശിവന്റെ ഒരു നല്ല അമ്പലമുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് അമൃതത്തിന്റെ പാത്രം കൊണ്ടുവരണം. ഈ അമൃതപാത്രം എന്താണ്? അതിന്റെ ഉപയോഗം എന്താണ്? ഭഗവാൻ ശിവന്റെ കയ്യിൽ ഇരുന്നിട്ട് ആ പാത്രം അമൃതം മാത്രമേ ആയിരിക്കുകയാണ്. അതിനെ ധരിക്കുന്നവർക്ക് 100 യതിയുടെ ശക്തി കിട്ടുന്നു. അറിവാ, അപ്പൊ നമുക്ക് ഈ കുറുക്കന്മാരെ വളരെ എളുപ്പത്തിൽ കൊല്ലാൻ സാധിക്കും അല്ലേ? പക്ഷെ ആ പാത്രം കിട്ടാൻ ഇത്ര എളുപ്പമല്ല. ആ പാത്രം വരെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാ ബുദ്ധിമുട്ടും നേരിടാൻ തയ്യാറാണ്. കുറച്ചു സമയത്തിനകം രവിയും ലീലയും ശിവന്റെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കുറച്ചു നേരം നടന്നതിന് ശേഷം അവർ ഒരു പുഴ കണ്ടു. ദൂരെ മലകൾക്ക് മുകളിൽ അവർ ശിവന്റെ അമ്പലവും കണ്ടു. രവി, അത് കണ്ടോ? ശിവഭഗവാന്റെ അമ്പലം. അതിന്റെ അടുത്ത് നമുക്ക് ഈ നദിയെ താണ്ടേണ്ടി വരും. വേഗം വാ, ആ തോണിയിലിരുന്ന് വേഗം പുഴ കടക്കാം. രണ്ടുപേരും ആ തോണിക്ക് സമീപത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു അസുരൻ പ്രത്യക്ഷമാവുന്നു. നിൽക്കൂ, നിങ്ങൾക്ക് ഈ തോണിയിൽ പോകാൻ പറ്റില്ല. അസുര രാജാവേ, ഞങ്ങൾ ശിവഭഗവാന്റെ അമ്പലത്തിലേക്ക് പോകുകയാണ്. ഞങ്ങൾക്ക് വഴി മാറിയാലും. അല്ല, ഈ തോണിയിൽ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം തരുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം തരാൻ തയ്യാറാണ്. ശരി, അപ്പൊ പറ, അത് എന്ത് സാധനമാണ്? അത് എല്ലാവരുടെയും അടുത്തുണ്ട്, പക്ഷെ ആർക്കും അതിനെ തൊടാൻ പറ്റില്ല. ചോദ്യം കേട്ടതും രവി ആലോചിച്ചു തുടങ്ങി. പിന്നെ എന്തോ ആലോചിച്ചതിന് ശേഷം ഉത്തരം പറഞ്ഞു. ചിരാജ്, അത് സമയമാണ്. എല്ലാവരുടെയും അടുത്തുണ്ട്, പക്ഷെ അതിനെ തൊടാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഈ തോണിയിൽ ഇരിക്കാം. തോണിയിലിരുന്ന് രണ്ടുപേരും ആ പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്തുന്നു. അവിടെ അവർ മഞ്ഞു മൂടിയ ഒരു കോട്ട കണ്ടു. അത് നോക്ക്, ഐസിന്റെ ഗുഫ. വാ, നമുക്ക് അതിന്റെ ഉള്ളിൽ പോവാം. രണ്ടുപേരും കോട്ടയുടെ വാതിൽക്കിലേക്ക് നടന്നു. അപ്പോൾ അവിടെ ഒരു മന്ത്രവാദിനി പ്രത്യക്ഷപ്പെട്ടു. ഇന്നത്തെ എന്റെ ഈര എത്തിക്കഴിഞ്ഞു. യക്ഷി അമ്മേ, അങ്ങനെ അമ്മ ഭക്ഷിക്കുമോ? ഞാൻ കുറെ ദിവസമായി പട്ടിണിയാണ്. കുഴപ്പമില്ല അമ്മ, അങ്ങനെ അമ്മ ഭക്ഷിച്ചോളൂ. പക്ഷെ എനിക്കൊരു ചെറിയ പ്രാർത്ഥനയുണ്ട്. പറയടാ, എന്താ നിങ്ങളുടെ ആവശ്യം? അത് എന്താണെന്നറിയോ? നമ്മൾ രണ്ടാളും ശിവന്റെ അമ്പലത്തിൽ ദർശനത്തിന് പോവാണ്. നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ അപ്പൊ അങ്ങനെ അമ്മ ഭക്ഷിച്ചോളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ ദർശനത്തിന് വേണ്ടി പോവാൻ പറ്റില്ല. എന്തേ അമ്മേ? നിനക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നെ പറ്റൂ. ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിന്റെ ശരിക്കുള്ള ഉത്തരം തന്നെ അങ്ങനെ അമ്മ പോവാൻ സമ്മതിക്കും അമ്മേ. ഉത്തരം തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ തിന്നും. എനിക്ക് സമ്മതമാണ് അമ്മേ. ഓക്കെ, കേൾക്ക്. അതേതാണ് സാധനം? അതിനെ വാങ്ങാൻ പറ്റില്ല, കട്ടെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്തോറും അത് ജാസ്തി ആയിക്കൊണ്ടിരിക്കും. മന്ത്രവാദിനിയുടെ ചോദ്യം കേട്ട് രണ്ടുപേരും ആലോചിച്ചു. ലീല, ഈ പ്രശ്നം അത്ര എളുപ്പമല്ല. എനിക്കിതിന്റെ ഉത്തരം അറിയോ? ഇല്ല, എനിക്കും ഇതിന്റെ ഉത്തരം അറിയില്ല. ഇനി എന്താ ചെയ്യാം? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ കേവലം മരിക്കാനുള്ളവരാ. മൃത്യുവിനെ മുമ്പിൽ കണ്ട് രണ്ടുപേരും ഭയന്നുപോയി.
അപ്പോൾ ലീല കണ്ണുകളടച്ച് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. മഹാദേവ, എന്തെങ്കിലും അത്ഭുതം കാണിക്കണേ. ആ അമൃത് കട എന്ന വള കൈക്കലാക്കി ഞങ്ങളുടെ ഗ്രൂപ്പിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രവാദിനിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരൂ ഭഗവാൻ. ഹേ ഭക്ത, ഇതിന്റെ ഉത്തരമാണ് പ്രേമം. പ്രേമത്തിന് വില കൊടുത്തിട്ടോ അതോ മോഷ്ടിക്കാനോ സാധ്യമല്ല. പക്ഷെ പ്രേമത്തിനെ കൊടുത്താൽ അത് കൂടി വരുന്നു. മാതാവേ, ഇതിന്റെ ഉത്തരമാണ് പ്രേമം. പ്രേമം വാങ്ങിക്കാൻ പറ്റില്ല, കട്ടെടുക്കാൻ പറ്റില്ല, പക്ഷെ കൊടുക്കുന്തോറും ഏറിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളിൽ വളരെ സന്തുഷ്ടയാണ്. നല്ലത് വരട്ടെ. കുറച്ചു സമയത്തിനു ശേഷം രണ്ടുപേരും നടന്ന് അമ്പലത്തിലേക്ക് എത്തി ശിവഭഗവാന്റെ അമൃത് കട എന്ന വളയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. രവിയും ലീലയും അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചീട്ടുപുലികളുടെ കൂട്ടം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒട്ടകം പർവ്വതത്തിന്റെ താഴെ വരുന്ന ചെയ്തു. ഇന്ന് ഇവരെ ഭക്ഷിക്കാൻ വളരെ രസകരമായിരിക്കും. മൂർഖന്മാരെ, നിങ്ങളുടെ ജീവന സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വേഗം ഓടിക്കോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഒന്നൊന്നായിട്ട് അടിച്ചു കൊല്ലും. എന്താ പറയാ, ഉറുമ്പിനും ഇപ്പോ പറക്കാൻ തുടങ്ങി. പറഞ്ഞ ഉറുമ്പ് ഇപ്പൊ പർവ്വതമായിരിക്കാണ്. ഇപ്പോഴും സമയമുണ്ട്. ജീവനെ സ്നേഹം ഉണ്ടെങ്കിൽ ഓടിക്കോ ഇവിടുന്ന്. ഒരുപാട് സംസാരിക്കും ഇവര്. ഇപ്പൊ തന്നെ ഇവരെ കടിച്ച് കീറിക്കളാ. ചീറ്റപ്പുലികളുടെ കൂട്ടം അവരെ കൊല്ലാനായി നടന്നെടുത്തു. അപ്പോൾ ലീല പറഞ്ഞു, രവി, വേഗം ആ വളയിട്. രവി പെട്ടെന്ന് ആ വളയിട്ടു. അരേ, ഇത് യതിയായല്ലോ. കുറച്ചു സമയത്തിനകം യതിയായി മാറിയ രവി എല്ലാരെയും കൊന്നു തീർക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് എല്ലാ ആടുകളും എത്തിച്ചേർന്നു. രവി, നീ വള ഊരിക്കോ. വള ഊരിയതും യതിയായി മാറിയ രവി വീണ്ടും ആടായി മാറുന്നു. ഇത് കേട്ട് ആട്ടിൻകൂട്ടം പറഞ്ഞു, നമ്മുടെ രാജാവിന്റെ മൃത്യുവിന്റെ പകരം നീ വീട്ടിരിക്കുന്നു. എനിക്ക് നിന്റെ മുകളിൽ ഗർവാണ്. ഇന്നു മുതൽ നീയാണ് ഞങ്ങളുടെ തലവൻ. പറയൂ രവി തലവൻ ജയ്. ആ ദിവസം മുതൽ രവി തലവനായി എല്ലാവരുടെയും രക്ഷ ഏറ്റെടുത്തു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.